പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ അൻവർ നഹ സാഹബ്, നമ്മുടെ സെക്രട്ടറി താഷിബ്, നമ്മുടെ ഖജാൻജി കോയ സാഹിബിനെ പറ്റി പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനത്തോടു കൂടി പറയാവുന്നൊരു വ്യക്തിത്വമാണ്. വോളിബോൾ രംഗത്തും മറ്റ് കായിക രംഗത്തും നമ്മുടെ കുടുംബത്തിൻ്റെ ഉന്നതി വളരെ ഉയരത്തിലെത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മറ്റ് വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തിത്വങ്ങളെ ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ നമുക്ക് പ്രധാനമായും പറയാനുള്ളത് നമ്മുടെ ഈ പരിപാടിയുടെ പ്രശസ്തനായ മമ്മൂട്ടി സാഹിബ് ഇവിടെ ഇരിക്കുന്നു എന്നതാണ്. അത് നമുക്കൊക്കെ അഭിമാനമാണ്. മമ്മൂട്ടി വേറെയാണ്, പക്ഷെ ഇത് വേറെ മമ്മൂട്ടിയാണ്. അതുകൊണ്ട് നമ്മളെ യോഗത്തിൽ മമ്മൂട്ടി കൂടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ പറ്റും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റ് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, വനിതാ പ്രസിഡന്റുമാര്, വനിതാ സെക്രട്ടറി, വനിതാ പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഉമ്മൂട്ടി വളരെ കാലങ്ങളായി നമ്മളറിയാതെ ഒരു മൂലയിൽ ജീവിച്ച വ്യക്തിയാണ്. വനിതാ പ്രസിഡന്റായി രംഗപ്രവേശനം ചെയ്തതോടുകൂടി നല്ല പ്രവർത്തന പദത്തിലേക്ക് വരികയും എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ആർജവം കാണിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. അതുപോലെ സെറീനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. വനിതകളെ മുഴുവൻ കൂട്ടിപ്പിടിച്ച് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ പ്രഗത്ഭരായ പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവരെ കണ്ടുപിടിക്കാൻ നമ്മുടെ കുടുംബ സംഗമം വേണ്ടി വന്നു എന്നത് മാത്രമാണ്. ഏതായാലും 2-3 വിലക്കുകളുണ്ട്. ഒന്ന്, നമ്മുടെ തൊട്ട മുമ്പിൽ മഗ്‌രിബ് നിസ്കാരം വരാനിരിക്കുന്നു. രണ്ടാമതായി സമയപരിധി. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. വളരെ ചെറിയ വാക്കുകളിൽ എൻ്റെ കാര്യങ്ങൾ നിറവേറ്റുകയാണ്. അപ്പോൾ ഈ കുടുംബ സംഗമത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ EM സാർ. അദ്ദേഹം നമ്മെ യാദൃശികമായി വിട്ടുപിരിഞ്ഞു പോയൊരു ആക്സിഡൻറ്റിലൂടെ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിലും ശക്തമായി നമുക്ക് ഇത് നടത്താൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം കുടുംബത്തെ കൂട്ടിപ്പിടിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള സവിശേഷത. വളരെ വിശാലമായി കുടുംബത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം കാണിച്ച ആ മികവ്, അത് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ നമ്മളെ ഈ കുടുംബനാഥൻ, പുതിയിൽ നഹ കുടുംബ സമിതിയുടെ നാഥൻ, അത് MV അബൂബക്കർ കുട്ടി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അവര് 2 വിവാഹം കഴിച്ചു. ആദ്യത്തെ വിവാഹത്തിൽ 7 മക്കളും, രണ്ടാമത്തെ വിവാഹത്തിൽ 5 മക്കളും. രണ്ടാമതായി അദ്ദേഹം വിവാഹം കഴിച്ചത് ആദ്യ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളെയാണ്. അതിൽ 5 മക്കളും. അങ്ങനെ 7 5 12 മക്കളാണ് അവർക്കുണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും പേരൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. എന്നാലും അവരെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മുഖ്യ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് മഗ്‌രിബിന് മുമ്പ് അത് അവസാനിപ്പിക്കണം. അത് മാത്രമല്ല, മറ്റ് പരിപാടികൾ നടത്താനുണ്ട്. ഞാൻ കുറേ വിശദമായി പറയണമെന്ന് ഉദ്ദേശിച്ച് വന്നതാണ്, പക്ഷേ അതൊക്കെ വെട്ടിച്ചുരുക്കുകയാണ്. നമുക്ക് ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന ഒരു മകനാണ് ഇമ്പിച്ചു നഹ മാപ്പൂട്ടിൽ, രണ്ടാമത് കുഞ്ഞാലിക്കുട്ടി നഹ തോടത്തിൽ, മൂന്നാമത് കായമു നഹ പുത്തരിക്കൽ, നാലാമത് രായൻകുട്ടി നഹ നമ്മളെ ബാപ്പുട്ടിയുടെ ഫാദർ, അഞ്ചാമത് കുഞ്ഞിബീവി ഉമ്മ, എൻ്റെ ഉമ്മ, ആറാമത് കുഞ്ഞിപ്പാത്തുമ്മ, അത് ഉമ്മൻ്റെ അനിയത്തി കാട്ടുങ്ങൽ അളാമ, പിന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് നഹ കുഞ്ഞുട്ടി വക്കീൽ എന്ന് പറയുന്ന അദ്ദേഹം. അങ്ങനെ 7 ആളുകളും. രണ്ടാമത്തെ ഭാര്യയിൽ ഉമ്മാത്തക്കുട്ടി, തിത്താച്ചുട്ടി, ബീഫാത്തുമ്മ, ഹംസനഹ, ആയിഷ ബീബി എന്നീ 5 മക്കളുമാണ് ഉണ്ടായിരുന്നത്. അവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായി അറിയാമെന്നതുകൊണ്ട് ഞാൻ ആ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അവരെ മക്കളെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ നമ്മളെ കുടുംബത്തിൽ ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതിനെക്കുറിച്ച് വിശദമായി നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഇതൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കാമെന്ന് വിളിച്ച് പറയുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. വിശദമായി എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിന് നമ്മൾ സൽപ്പേരുണ്ടാക്കാനും കുടുംബത്തിൽ നമ്മളെ പേര് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി കേട്ടു നിൽക്കാനും സാധിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.